നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ് കറണ്ട് എനർജി? നിങ്ങളുടെ കറണ്ട് എനർജി 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥ, സ്റ്റക്ക് സിറ്റുവേഷനാണ്. ഓവർ തിങ്കിങ് ഉണ്ട് ജീവിതത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്കാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ ആത്മാവിൻ്റെ വോയിസ് എന്താണ്? അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവാണ് വരുന്നത്. അവർ പറയുന്നത് ശരിയാണോ, ഇവർ പറയുന്നത് ശരിയാണോ, ഞാൻ എന്താണ് തീരുമാനം എടുക്കേണ്ടത്? അങ്ങനെ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാതെ വന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ ശാന്തമായി ഇരുന്ന് എന്താണ് പ്രപഞ്ചം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യത്തിലെക്കുറിച്ച് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഈ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ മറികടക്കാം? ഓക്കെ, അവെയർനെസ് ആണ് വരുന്നത്. ദ ഹാങ്ഡ് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലിയാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ആ ഒരു വേയിലൂടെ നോക്കാതെ മറ്റൊരു ദിശയിലൂടെ നിങ്ങൾ അതിനെ മനസ്സിലാക്കുവാനും അതിനെ പഠിക്കുവാനും ശ്രദ്ധിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്കൊരു അവെയർനെസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്, താൽക്കാലികം മാത്രമാണ്. നിങ്ങൾക്ക് അതിൽ നിന്നും പൂർണ്ണമായും റിലീസ് ആകാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണമെന്ന് പ്രപഞ്ചം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ഒരു ശബ്ദം കേൾക്കണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തി എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ മറികടക്കുന്നതിന് യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ടുള്ള നന്മ എന്താണ്? ഓക്കെ, സ്ട്രെങ്ത് ആണ് വരുന്നത്. ഓക്കെ, ജീവിതത്തിൽ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ വയ്യാത്ത ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പ്രപഞ്ചം നിങ്ങളെ മറ്റൊരു വേയിലൂടെ നോക്കുക, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് സ്ട്രെങ്ത് ആണ്. നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇപ്പോൾ നിങ്ങളുടെ കടഭാരത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻ സംബന്ധമായിരിക്കും, നിങ്ങളെ ഭയപ്പെടുത്തുകയും നിങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ സമാധാനത്തിൽ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഭയക്കുന്ന സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അതിനെ നിങ്ങളുടെ കൺട്രോളിലാക്കി വളരെ സമാധാനത്തിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തടസ്സങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക? ഓക്കെ, ദ ഹൈ പ്രീസ്റ്റസ് ആണ്. നമുക്ക് അജ്ഞതയായിട്ടാണ് എത്തുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലാകത്തില്ല ആരാണ് നമ്മളുടെ കൂടെ ഉള്ളതിൽ നല്ല വ്യക്തി ആരാണ്, നമ്മളെക്കുറിച്ച് ഈ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്നൊന്നും നമുക്ക് കൃത്യമായി ഒരു അറിവും കിട്ടത്തില്ല. ഹിഡൻ ആയിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ ഓരോ പ്രതിസന്ധികൾ വന്ന് ചേരുന്നത്. നമ്മൾ വിചാരിക്കും നല്ല വെളുത്തിരിക്കുന്നു, പാലാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് പാലായിരിക്കത്തില്ല. ഓക്കെ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഓക്കെ, ഹിഡൻ ആയിട്ടാണ് നമ്മുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ നമുക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ, യൂണിവേഴ്സ് നമുക്ക് മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവയർനെസ് ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ മുമ്പേ കാണിച്ചിരും, സ്വപ്നത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്കങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും, ഈ വ്യക്തി എന്നോട് ലോയൽ ആണോ, ഞാൻ ഈ ചെയ്യുന്ന കാര്യം ശരിയാണോ, ഇതിലെന്തെങ്കിലും ചീറ്റിംഗ് നടക്കുമോ എന്നുള്ള ഒരു വീണ്ടും വിചാരം, ഒരു ഇൻഡ്യൂഷൻ പവർ നമുക്ക് ലഭിക്കും. അത് മെഡിറ്റേഷനിലൂടെ പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും കിട്ടുന്നത്. അല്ലാതെ നമ്മുടെ മനസ്സ് ഒരുപാട് നെഗറ്റീവ് മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് അതിലൊരു എന്ത് ആക്ഷൻ എടുക്കണമെന്നറിയാതെ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു തീരുമാനത്തിൽ എടുക്കാൻ പറ്റത്തില്ല. എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. കാരണം കണ്ണടച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ്. കണ്ണടച്ചെടുക്കുന്ന തീരുമാനത്തെ അല്ല യൂണിവേഴ്സ് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു തീരുമാനമാണ്. നമ്മുടെ അകക്കണ്ണ് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ അകക്കണ്ണ്, യഥാർത്ഥ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഉൾക്കാഴ്ച ഇവിടെ ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഉൾക്കാഴ്ചയിൽ കാണേണ്ടതായിട്ടുണ്ട്. നമുക്ക് വരുന്നതായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് വരുന്നതായിട്ടുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, സാമ്പത്തികത്തിൽ 6 മാസത്തിനുള്ളിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ജോലി സംബന്ധമായി 6 മാസത്തിനുള്ളിൽ എന്ത് മാറ്റമാണ് വരുന്നത്? റിലേഷൻ സംബന്ധമായി 6 മാസത്തിനുള്ളിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. സാമ്പത്തികപരമായി വരുന്നത് ദ ഫൂളിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ വഴിയാണ് ഓപ്പൺ ആക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചില ബിസിനസ് തുടങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക വർധനവ് വന്ന് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള പുതിയ ജോലിയിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി വന്ന് ചേരുന്നുണ്ട്. സാമ്പത്തികപരമായി നിങ്ങൾക്ക് നല്ല ഒരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. അപ്പം സാമ്പത്തികവും ജോലിയും ഇവിടെ ഏറ്റവും കൃത്യമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി സംബന്ധമായി നമുക്ക് പണം നമ്മുടെ പിറകെ വരുന്നതായിട്ട്
വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പെൻഡിക്കിളിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇത്രയും നാൾ നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തിക സിറ്റുവേഷനിൽ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിച്ച് അതിൻ്റെ ഒരു സൈക്കിൾ അവസാനിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പുതിയ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച വരുന്നുണ്ട്, പ്രൊമോഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന അവസ്ഥകൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ജോലി സംബന്ധമായ ഒരു മാറ്റമോ പുതിയ ജോലിയോ സാമ്പത്തിക ഉയർച്ചയോ ഈ ഒരു സമയത്ത് 6 മാസത്തിനുള്ളിൽ സംഭവിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻ സംബന്ധമായി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് റിലേഷൻ സംബന്ധമായി എന്തെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരിക്കും, മുന്നോട്ട് പോകുവാനോ അല്ലെങ്കിൽ നിങ്ങൾ ഭയന്ന് നിൽക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ നോളജ് വെച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഡിവോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മുന്നോട്ട് പോകുന്നു. ഇവിടെ സ്റ്റക്കായിരുന്ന എന്ത് സിറ്റുവേഷനാണോ, സാമ്പത്തികമാണെങ്കിലും ജോലിയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി തന്നെ, അത് നിങ്ങൾക്ക് ഇപ്പം നിലവിൽ കറണ്ട് എനർജിയിൽ നിങ്ങൾക്ക് സ്റ്റക്കാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു പ്രതിസന്ധി കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഈ അനുഗ്രഹങ്ങൾ ഈ സാമ്പത്തിക ഗ്രോത്തിനും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള മാറ്റത്തിന് സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിനെല്ലാം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ 6 മാസത്തിനുള്ളിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്, എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ഏസ് ഓഫ് വാർഡിൻ്റെ എനർജിയാണ്. ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലൊരു ഫയറുണ്ട്. ഓക്കെ, ഏതൊരു വ്യക്തിക്കും അപമാനം ലഭിക്കുന്ന സമയത്ത് അയ്യോ ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ ഈ കാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ, ആ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള അപമാനം എടുത്ത് നമ്മൾ കത്തി ജ്വലിക്കണം. ഓക്കെ, അത് നമ്മുടെ ഉള്ളിലെ അഗ്നിയായി എരിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഗ്രോത്തിന് വേണ്ടി ആ എനർജി ഉപയോഗിക്കണം. അല്ലേ, ആത്മവിശ്വാസം, ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്കത് നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ കാണുന്ന എല്ലാ സക്സസിൻ്റെയും പിന്നിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ലാതെ നമുക്ക് വെറുതെ കിട്ടുന്നതായിട്ടൊന്നുമില്ല. ഏകദേശം ഒരു 70% ആൾക്കാരും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടതിന് ശേഷം മാത്രമാണ് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഹാർഡ് വർക്കും വിശ്വാസവും ആത്മവിശ്വാസവും മാത്രമാണ് സാമ്പത്തികം ഉണ്ടാക്കുന്നതിന് ഏക മാർഗം എന്ന് പറയുന്നത്. തളർന്നു പോകാതിരിക്കുക, നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ, നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ശക്തിപ്പെടുത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേത് ജോലി സംബന്ധമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതിന് പാഷൻ വെക്കുക. ഓക്കെ, നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് തന്നെ ലക്ഷ്യം വെക്കുക. അതെനിക്ക് നേടിയെടുക്കണം, ആ ജോലി തന്നെ എനിക്ക് നേടിയെടുക്കണം. അത് നിങ്ങളുടെ രാവും പകലുമുള്ള ഒരു അഫർമേഷൻ തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് പറയുന്ന ആ ഒരു സമയത്ത് നിങ്ങളിൽ അഫർമേഷൻ നടക്കണം. ആ ഒരു സമയത്ത് നിങ്ങൾ സംശയത്തോടു കൂടി കാണുകയാണെങ്കിൽ അത് നടക്കത്തില്ല. ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത് പോലും തോമസ് ആൽവ എഡിസന് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പരാജയപ്പെടും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എടുത്ത് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് കളഞ്ഞില്ല. ഓക്കെ, ആ പരാജയത്തെ വീണ്ടും എനിക്കിത് സാധിക്കും, ഇനി അത് ഉപയോഗിക്കേണ്ട, ഇത് ഉപയോഗിച്ചാൽ അതിന് ചേരില്ല എന്നുള്ള രീതിയിൽ മാറ്റി ഓരോ പരീക്ഷണങ്ങളിൽ നിന്നുമാണ് വിജയത്തിലേക്ക് എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും. അല്ല, നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല, എനിക്കിനി ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു ജീവിതമാണ്, ആ ജീവിതത്തിൽ ഒന്നുകിൽ തളരും അല്ലെങ്കിൽ വളരും. അപ്പം എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഓക്കെ, വളരണോ എന്നുള്ള കാര്യം. ഓക്കെ, ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ ആ പാഷനെ വർദ്ധിപ്പിക്കുക. എനിക്കത് നേടിയെടുക്കണം. എൻ്റെ ജോലിയിൽ എന്നെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഓഫീസിൽ തന്നെ ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് എന്നെ എടുക്കുന്ന രീതിയിൽ ഞാൻ മാറണം. എന്നെ അപമാനിച്ച് മാറ്റി വെച്ചിരിക്കുന്നതായിട്ടുള്ള സ്റ്റാഫുകളുടെ മുമ്പിൽ എനിക്ക് ഏറ്റവും ഉയർന്ന പൊസിഷനിലേക്ക് പോകണം. ജോലി നൽകുന്ന വ്യക്തിയല്ല, ജോലി കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം എനിക്ക്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ ഉള്ളിലേക്ക് ഫയർ കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ അയക്കുക എന്ന യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. 9 ഓഫ് കപ്പ്, നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുക, തീർച്ചയായിട്ടും നമ്മളിലേക്ക് അത് വന്നു ചേരും. ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്നാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത്. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. റിലേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. ബാലൻസിങ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ ബാലൻസിങ് കൊണ്ടുവരണം. എല്ലാം നമ്മൾ വിചാരിക്കുന്ന കണക്ക് നടക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. ഓക്കെ, രണ്ട് വ്യക്തികളും രണ്ട് ഭാഗവും കൃത്യതയോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം ചില വ്യക്തികൾ നമ്മളെ കുറ്റം പറഞ്ഞു വിടുത്തും വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സംസാരം കുറയ്ക്കുക. റിലേഷൻഷിപ്പിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അമിതമായിട്ട് നമ്മുടെ പാർട്ട്ണറോട് സംസാരിക്കുന്നതാണ് പ്രശ്നമാകുന്നത്. ഓക്കെ, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ച് അവസാനം നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. അവൾ അങ്ങനെയായിരുന്നു, അവ ഇങ്ങനെയായിരുന്നു, അവരുടെ വീട്ടിലെ പ്രശ്നം അറിഞ്ഞായിരുന്നോ, ഇന്നാൾ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ചർച്ചകളായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പിന്നീട് സംസാരിച്ച് ഒരൊറ്റ
ഒരറ്റം എത്തുമ്പോഴത്തേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ആകുകയും പിന്നീട് നെഗറ്റീവിൻ്റെ എനർജിയുടെ സാന്നിധ്യമായിരിക്കും. ആ നെഗറ്റീവ് എനർജി കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇടയിൽ അതിലൊരു തർക്കങ്ങളും വഴക്കുകളും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് റിലേഷനെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് കാരണം ഇരട്ടിയായിട്ട് അവിടെ സംസാരത്തിന് എനർജി കൂടുകയും അവിടെ വരുന്ന വാക്കുകൾ കൂടുതലും നെഗറ്റീവിൻ്റെ വാക്കുകളാകുന്നത് കൊണ്ടാണ് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ എന്തിനും ഏതിനും ഒരു ലിമിറ്റേഷൻ വെക്കുക, അളന്നു കൊടുക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അളന്നു കൊടുക്കുക. ഇത്ര നേരം സംസാരിച്ച് കഴിഞ്ഞാൽ അത് മതിയാണെന്ന് ചിന്തിക്കുക. നമുക്ക് മതിയാകത്തില്ല. നമുക്ക് വീണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോട് സംസാരിക്കാനുള്ള കൊതി ഉണ്ടാകും. പക്ഷേ ആ കൊതി അവസാനം അമിതമാകുന്ന അമൃതം വിഷമാകുന്നത് പോലെ തന്നെ വിഷമായി നമ്മൾ ആ ഒരു ബന്ധത്തെ മരണത്തിലേക്ക് തള്ളിവിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അമിതമാക്കാതെ അല്പം അല്പം കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്ന രീതിയിൽ നിങ്ങളുടെ ഇടയിലുണ്ടാകുന്ന സമയത്തിന് ഒരു ലിമിറ്റേഷൻ വെക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ബാലൻസ് ചെയ്തു പോകുക. രണ്ട് കാര്യങ്ങൾ, രണ്ട് വ്യക്തികളുടെ ചിന്തകളെയും ബാലൻസ് ചെയ്ത് സംസാരങ്ങളെയും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏത് സിറ്റുവേഷനെയും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചില വ്യക്തികൾ പറയുന്നു, ഞാനും ഹസ്ബൻഡും തങ്ങളിൽ കുറേ നാളായിട്ട് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ ഞാനും എൻ്റെ പേഴ്സണുമായിട്ട് സംസാരിക്കത്ത് പോലും ഇല്ല, മുഖത്തോട് മുഖം പോലും നോക്കുന്നില്ല, എങ്കിൽ പോലും നമ്മളുടെ ഇടയിൽ ഒരു സ്നേഹമോ സമാധാനമോ കെയറിങ്ങോ ഒന്നും വരുന്നില്ല എന്ന്. അതിന് കാരണം ഇത് തന്നെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹമായിരുന്ന സമയത്ത് നിങ്ങൾ വിതച്ചിരിക്കുന്ന വിത്ത് എന്ന് പറയുന്ന നെഗറ്റീവ് വിത്തുകളായിരിക്കും. ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളുടെ സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ വിതച്ചിരിക്കുന്ന വിത്ത് നമ്മൾ ഇപ്പോൾ കൊയ്യുകയാണ്. ഇപ്പോൾ ആൾ മിണ്ടിയില്ലെങ്കിൽ പോലും ആളുടെ മനസ്സിൽ നമ്മൾ വിതച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ പോലും നമ്മളോട് വെറുപ്പും കാര്യങ്ങളും തോന്നുന്നതിന് കാരണം നമ്മൾ വിതച്ചിരിക്കുന്നതായിട്ടുള്ള ഫലം നമ്മൾ കൊയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്തെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? ഓക്കെ, ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, ആദ്യത്തെ മെസ്സേജ്, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ദുഃഖത്തെ നിങ്ങൾ പൂർണ്ണമായും വിട്ടുകളയുക. നമ്മുടെ അമിത ചിന്തകളാണ് ഇവിടെ വരുന്നത്. ഓവർ തിങ്കിങ് ഓഫ് ആക്കുക എന്നാണ് പറയുന്നത്. ഓഫ് ആക്കിയേ മതിയാകുകയുള്ളൂ. ഓഫ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ ബ്ലെസ്സിങ് നമ്മളിലേക്ക് എത്തത്തില്ല. ഓക്കെ, നമ്മൾ നിരന്തരമായി നമ്മുടെ ചിന്തകൾ, അവിടെ ഇങ്ങനെയാണ് അവിടെ എങ്ങനെയാണ്, ഓക്കെ, നമ്മൾ ആ കരയുന്ന ആ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണല്ലോ നമ്മളെ കരയിപ്പിക്കുന്നത്. വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും നമ്മളെ കരയിപ്പിക്കാറില്ല. അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളിലേക്ക് പോയി അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഓക്കെ, എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് എന്നറിയാതെ നമ്മൾ ഒരുപാട് ചിന്തകളാൽ നമ്മളെ തന്നെ തളച്ചിടുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ വയ്യാതെ തളർന്നു പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പ്രപഞ്ചം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ബ്ലെസ്സിങ്ങിന് വേണ്ടി തയ്യാറാകുന്നുവെങ്കിൽ, ഇവിടെ ബ്ലെസ്സിങ് വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലെസ്സിങ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു പറവ ഇവിടെ വന്ന് നിൽപ്പുണ്ട്, ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അപ്പം അതിനെ ഇങ്ങോട്ട് കടന്നു വരാൻ സമ്മതിക്കാതെ നമ്മളുടെ നെഗറ്റീവ് ചിന്തകളും നമ്മളുടെ നെഗറ്റീവ് വാക്കുകളും ഈ യൂണിവേഴ്സിൽ ഒരു കവചം തീർത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നിലവിലുള്ള ഈ ഒരു ചിന്തകളെ അവസാനിപ്പിക്കുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരാൻ തയ്യാറായി നിൽക്കുകയാണ്. ഓക്കെ, പ്രപഞ്ചം പോലും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റെഡിയാണോ, നിങ്ങൾ ഈ നെഗറ്റിവിറ്റീസൊക്കെ മാറ്റാൻ റെഡിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ആക്കുക. എൻ്റെ ജീവിതത്തിൽ നല്ലതേ വരികയുള്ളൂ. ഓക്കെ, എനിക്ക് ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ ജീവിതത്തിൽ ലക്ഷ്യം നേടും. ഞാൻ നേടിയെടുക്കുന്ന ഒരു കാന്തമാകുന്നു. സമ്പത്തിനെ ഞാൻ ആകർഷിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടി ഞാൻ പ്രയത്നിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സമ്പത്തിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പിഴവ് മാത്രമാണ്. അതിനെ നേരെയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ ഒരുക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്ന ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കരയുന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കുകയാണ്, അയ്യോ ഞാൻ അന്ധകാരത്തിലാണല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവിടെ എന്തെങ്കിലും ചെയ്യാം, ഇവിടെ ചെയ്യാം, അവർ പറയുന്ന കണക്കൊക്കെ പല നേർച്ചകളും ചെയ്യാം. പക്ഷേ നമ്മൾ എന്തൊക്കെ നേർച്ചകൾ ചെയ്തിരുന്നാലും നമ്മുടെ ഉള്ള് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ള് സന്തോഷമല്ല എന്നുണ്ടെങ്കിൽ, അന്ധകാരത്തിലാണെങ്കിൽ പുറമേ നടന്ന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആദ്യം നമ്മൾ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. ഓക്കെ, കേട്ടിട്ടില്ല, ആത്മാവ് അലഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പാപമാണെന്ന് പറയത്തില്ലേ. അത് മരിച്ചുപോയ ആത്മാവിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ സ്വന്തം സോളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ സോൾ ഉള്ളിലിരുന്ന് വിഷമിക്കുന്നിടത്തോളം കാലം നമുക്ക് നല്ലൊരു കാര്യം നമ്മളിലേക്ക് കടന്നു വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലെ ആ ഒരു അഗ്നിയെ ജ്വലിപ്പിക്കുക. ഓക്കെ, നമ്മളുടെ അഗ്നി എന്താണ്? നമ്മളുടെ വിശ്വാസമാണ്. ഞാൻ ഈ ഒരു പ്രതിസന്ധിയെ ഞാൻ കടന്നു പോകും, എൻ്റെ ജീവിതത്തിൽ സക്സസ് ഞാൻ നേടിയെടുക്കും, എൻ്റെ വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ,
പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു അഗ്നി എന്താണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ശക്തി എന്താണെന്നും തിരിച്ചറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അംശം തന്നെയാണ് നമ്മൾ. അപ്പോൾ ആ അംശത്തിന് അത്രത്തോളം ശക്തിയുണ്ട്. ആ ശക്തി നമ്മൾ വിളക്കും ദീപങ്ങളും ഒന്നും തെളിയിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ മുടിഞ്ഞു പോകും അല്ലേ, മുടിഞ്ഞു പോകുമെന്ന് പറയത്തില്ലേ ഹിന്ദു വിശ്വാസത്തിൽ, അങ്ങനെ പറയും. നമ്മൾ ലക്ഷ്മി വരേണ്ട സമയത്ത് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വൃത്തിയാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദീപം തെളിയിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ മുടിഞ്ഞു പോകുമെന്ന് പറയും. അതേ ദീപം നമ്മുടെ ഉള്ളിലാണ് തെളിയേണ്ടത്, നമ്മൾ പുറമേ അല്ല തെളിയിക്കേണ്ടത്. അന്ധകാരത്തെ മാറ്റേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് മാറ്റേണ്ടത്. ഉള്ളിൽ നിന്നും അന്ധകാരം മാറുമ്പോൾ പുറമേ പ്രകാശിക്കും. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഓറ പ്രകാശിക്കാൻ തുടങ്ങും. ഓറ പ്രകാശിക്കുമ്പോൾ സകലതും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. അന്ധകാരമായിരിക്കുന്ന സമയത്ത് ഒരു ജീവികളും വരത്തില്ലല്ലോ, എല്ലാ ജീവികളും മാറിപ്പോകും അല്ലേ, അത് പോയി ഉറങ്ങും അല്ലേ, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും സുരക്ഷിതമായി വിശ്രമിക്കും. പക്ഷേ ആ അന്ധകാരം മാറി നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തെ നിങ്ങൾ ജ്വലിപ്പിക്കുന്നത്, ആ ജ്വലിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ സണ്ണ് വരുന്ന സമയത്ത് കിളികളും ശലഭങ്ങളും എല്ലാ വ്യക്തികളും ഉണർന്നെഴുന്നേറ്റ് പോസിറ്റീവായിട്ട് എനർജിയോടുകൂടി മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്താണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലിയാണെങ്കിലും പോസിറ്റീവായി അട്രാക്റ്റ് ആകും. ഇത്രയും നാളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഇത്രയും നാളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദീപം അണഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പുറമേ പോയി വഴിപാട് നടത്തിയിട്ടോ നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. ആദ്യം കത്തിക്കേണ്ട ദീപം നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾക്ക് സന്തോഷം കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങളെ മെഡിറ്റേഷൻ സഹായിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ വന്ന ഓരോ നല്ല കാര്യങ്ങളെയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. ഓക്കെ, നമ്മൾ ലോയൽ ആയിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിന് ലോയൽ ആയിരിക്കുക. പട്ടിണി കിടന്ന സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ദൈവത്തോട് വിളിച്ച് പറഞ്ഞിട്ട്, ദൈവമേ എനിക്ക് വിശക്കുന്നല്ലോ, എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് ഞാനും അനിയത്തിയിരുന്ന് കരഞ്ഞ സമയത്ത് നമുക്ക് ബിരിയാണി ചോറ് വരെ ദൈവം ആ ഒരു സമയത്ത് എത്തിച്ചിട്ടുള്ളതാണ്. അത്ഭുതങ്ങളാണ്. കൊച്ചുങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ എത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചോദിച്ച് വാങ്ങാൻ സാധിക്കും. നമ്മളുടെ വിശ്വാസം, കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്കറിയത്തില്ലല്ലോ, അയ്യോ ഇത് ദൈവത്തിനോട് ചോദിച്ചാൽ തരുമോ തരൂലേ എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് അവിടെ ഇല്ല. ഓക്കെ, നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താണ്, മക്കളെ ദൈവത്തിനോട് ചോദിക്കും ദൈവം തരും എന്ന് പറയുമ്പോൾ അത് അത്രയും ഉൾക്കൊണ്ട് വിശ്വസിക്കുക. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരും. അങ്ങനെ വിശന്നിരിക്കുന്ന സമയത്ത് പോയിരുന്ന പ്രാർത്ഥിച്ചു, വിശക്കുന്നല്ലോ ഞങ്ങൾക്ക് ആഹാരം തരണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയിരുന്ന പ്രാർത്ഥിച്ച സമയത്ത് ആ ഒരു സമയത്ത് എവിടെയോ കല്യാണം നടന്നു. ആ കല്യാണം നടന്നിട്ട് വീടിൻ്റെ അടുത്തുള്ളവർക്ക് അവരുടെ സ്വന്തത്തിൽ എവിടെയുള്ള കല്യാണമാണ് നടന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ ബിരിയാണി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവർ അതും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരു സമയത്ത് നമുക്ക് ആ ഒരു വിശ്വാസം, നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു നന്ദി, ഓക്കെ, അത് കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം മനസ്സിലായി എന്തും ചോദിച്ചിരുന്നാൽ കിട്ടുമെന്നുള്ള കാര്യം. അങ്ങനെ എന്തും ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. ചില കാര്യങ്ങൾ പ്രപഞ്ചം നമ്മളിലേക്ക് അത് കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ മുമ്പിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ വേദനിപ്പിക്കാനും നമ്മളുടെ എനർജി നശിപ്പിക്കാനും നമ്മളുടെ മുമ്പോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വന്നതിൻ്റെ പർപ്പസ് എന്താണ് അതിനെ മുടക്കി കളയുന്നതായിട്ടുള്ള ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ, ചില നന്മകളൊന്നും നമ്മളിലേക്ക് വരത്തില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബലം പിടിക്കും, എനിക്കത് തരണേ, എനിക്ക് അത് തരണേ. പക്ഷേ അത് നമ്മുടെ ഡെസ്റ്റിനിയിൽ ഇല്ലാത്തതാണെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിരുന്നാലും നമുക്കത് കിട്ടുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക, നമ്മളുടെ ആ വിശ്വാസത്തെ യൂണിവേഴ്സിലേക്ക് അർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആകുക. പിന്നെ അത് യൂണിവേഴ്സ് ചെയ്തോളും. നമുക്കുള്ളതാണെങ്കിൽ കൃത്യമായി നമ്മളിൽ തന്നെ എത്തിക്കോളും. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് വെച്ചാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും താങ്ക് യു, എനിക്കത് കിട്ടാൻ യാതൊരു യോഗ്യതയില്ലാഞ്ഞിട്ടും എനിക്കത് കിട്ടിയെങ്കിൽ ദൈവത്തിനോട് വളരെ നന്ദിയുള്ളതായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ കുഴപ്പമല്ല. ഞാൻ കൃത്യസമയത്ത് ഞാൻ ബുദ്ധിപരമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെയും ഞാൻ മടിച്ചു നിന്നതിൻ്റെയും അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു തലച്ചോറ് ദൈവം തന്നു, എന്നിട്ടും ആ ബുദ്ധി ഉപയോഗിക്കാതെ ഞാൻ പല കാര്യങ്ങളിലും എടുത്തു ചാടുകയോ പല വ്യക്തികളും ചെയ്യരുതെന്ന് പറയാത്ത കാര്യം ചെയ്തിട്ടോ ആയിരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്ട്രഗിൾ വന്നിരിക്കുന്നത്. അത് മറ്റാരുടെയും കുറ്റമല്ല, അത് എൻ്റെ കുറ്റമാണ്, അതെനിക്ക് തിരുത്തേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നമ്മളത് തിരുത്തുകയും പ്രപഞ്ചത്തോട് ഓരോ നിമിഷത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു ബ്ലെസ്സിങ് നിങ്ങളെ തേടി എത്തുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, ഉള്ളതിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ജീവിതത്തിൽ
ജീവിതത്തിൽ ഇതുവരെയും തന്നിട്ടുള്ള ഓരോ കാര്യത്തോടും നിങ്ങൾ നന്ദി ഉള്ളവരായിരിക്കുക. അത് ഇപ്പോൾ ഈ ഒരു നിമിഷം തന്നെ പ്രപഞ്ചമേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയ ഏതെങ്കിലും വാക്കുകളോ പ്രവർത്തനങ്ങളോ എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നീ എനിക്ക് തന്നിരിക്കുന്ന ഓരോ ദിവസത്തെയും ഉള്ളവരാണ് എന്ന് നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങളിലുള്ള ആ നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും. ഒരു 5 മിനിറ്റെങ്കിലും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ടെങ്കിലും നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നമുക്ക് കിട്ടിയതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള റീഡിങ്ങാണ് ഇത് തന്നിരിക്കുന്നത്. നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിലേക്ക് കടന്നു വന്ന സ്നേഹത്തിനോ അല്ലെങ്കിൽ കെയറിങ്ങിനോ നമുക്ക് കിട്ടിയ ആഹാരത്തിനോ അങ്ങനെ എന്തെങ്കിലും കാര്യം, വ്യക്തികൾക്കോ സൗഹൃദങ്ങൾക്കോ എന്തെങ്കിലും നമ്മൾ വേദനിപ്പിക്കുകയോ തള്ളി പറയുകയോ അല്ലെങ്കിൽ ഇതെന്തിനാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗഹൃദ വലയങ്ങൾ പോലും ദൂരെയായി പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടില്ല എന്നാണ് യൂണിവേഴ്സിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി ഓർത്തെടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. കാണുന്ന ഓരോ വ്യക്തികളുടെ എനർജിയും ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ, ടാരോ കാർഡ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.